എല്ലാവർക്കും നമസ്കാരം. 1993-94 വർഷത്തെ പന്തലായനി UP സ്കൂളിൽ പഠിച്ച കുട്ടികൾ, അന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ, അന്നത്തെ അലൂമിനി എന്ന് പറയാം, അവർ അക്ഷരം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും തുടർന്ന് പലതരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്ത് വരികയാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു കുടുംബമായി പടർന്നുകൊണ്ട് പരസ്പരം പങ്കുവയ്ക്കാൻ, അതുപോലെ തന്നെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ കൂട്ടായ്മകൾ ദൃഢീകരിക്കാൻ, പല പല ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനൊക്കെ ഈ സംഘടന ശ്രമിച്ചു വരുന്നുണ്ട്. ഈ ഒരു പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. ആ പരിപാടിയിൽ തന്നെ എനിക്ക് ഈ കൂട്ടായ്മയുടെ മഹത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഔപചാരികതകൾ ഒന്നുമില്ലാതെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സ്വാഗതം പറയുക, അധ്യക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആശംസകൾ, അങ്ങനെയുള്ള ഔപചാരികതകളൊന്നുമില്ലാതെ നാടൻ ശൈലിയിൽ ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് അളിയൻ അല്ലെങ്കിൽ പെങ്ങൾ, അങ്ങനെ എല്ലാവരും ഈ കൂട്ടായ്മയിലെ എല്ലാവരും അളിയന്മാരും അല്ലെങ്കിൽ പെങ്ങന്മാരും സഹോദരന്മാരും അച്ഛന്മാരും അമ്മമാരുമായിട്ട് മാറുന്ന ഒരു അപൂർവ സാംസ്കാരിക തനിമ ഈ അക്ഷരം എന്ന് പറയുന്ന വേദി ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വർഷം എനിക്ക് സാധിച്ചു. അതിൻ്റെ എങ്ങനെയാണ് ഈ പരിപാടി കൂട്ടായ്മ രൂപപ്പെട്ടതെന്നും ഈ കൂട്ടായ്മ ഏതൊക്കെ തലത്തിലാണ് പരസ്പരം ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധത്തിൻ്റെ നൂലുകൾ ദൃഢീകരിച്ചിരിക്കുന്നതെന്നും വളരെ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുണ്ട്, വലിയ പ്രായമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഉന്നത പദവികളിൽ വിരാജിച്ചവരുണ്ട്, ഇപ്പോൾ വിരാജിക്കുന്നവരുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിനകത്ത് വർക്ക് ചെയ്യുന്നവർ, പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സാമൂഹ്യരംഗങ്ങളിൽ എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ, വലിയൊരു കുടുംബമായിട്ട് ഈ അക്ഷരത്തിന് തന്നെ എന്താണ് ക്ഷയിക്കാത്തത്. ആ അക്ഷരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഒരു പ്രതിഫലനവും കൂടെയാണല്ലോ. അപ്പോൾ അന്വർത്ഥമാക്കുന്ന പേര്, അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ, അനുഭവമായ സംഘാടന ശൈലി, ഇതെല്ലാം കൊണ്ട് ഈ അക്ഷരത്തിലെ പ്രവർത്തകർ നമ്മുടെ നാടിന് മാതൃകയായി മാറുകയാണ് അവരുടെ കൂട്ടായ്മ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകൾക്കും, എനിക്ക് എല്ലാവരെയും ഷൈജു പൗർണമി, അതുപോലെ അരവിന്ദ്, അങ്ങനെ കുറച്ച് ആളുകളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. കഴിഞ്ഞ വർഷം കുറച്ചാളൊക്കെയാണ് പരിചയപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. വീണ്ടും തുടർന്നും നിങ്ങളുടെ ഈ ഞാൻ പറയുന്ന നിഷ്കളങ്കമായ ഒരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മ തുടർന്നും അതിൻ്റെ ശക്തി സ്രോതസ്സുകൾ കണ്ടെത്തി ഉന്നതമായ മേഖലകളിലേക്ക് പടരട്ടെ എന്ന് ആശംസിച്ചു. നന്ദി, നമസ്കാരം.